ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് പുതിയ ടിയാഗോയുടെ ബേസ് മോഡൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇവർ പഴയ വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആകപ്പാടെ 10,000 രൂപ മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. 4.69 lakhs ആണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. സോ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്, ഇത് എടുക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ 80,000 രൂപയും കൂടെ എക്സ്ട്രാ ഇടണം. സോ അത് എടുക്കുന്നത് വെറുത്താണോ അതോ ഇത് എടുക്കുന്നതാണോ നല്ലത് എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഫീച്ചേഴ്സ് ആണ് നോക്കുന്നത്, എക്സ്റ്റീരിയർ ആണ് നോക്കേണ്ടത്. അതിൽ തന്നെ ഫ്രണ്ടിലത്തെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം ഈ ഒരു മോഡൽ പോലൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്യുവർ പ്ലസ് വരെയുള്ള ഡിസൈൻ. അതായത് നമുക്ക് LED ഹെഡ് ലാംപ്സ് ഇല്ല, DRLs ഇല്ല. LED ഹെഡ് ലാംപ്സും DRLs ഒക്കെ വേണമെങ്കിൽ ക്രിയേറ്റീവിലേക്ക് പോകണം. ഇവിടെ നമുക്ക് നോർമൽ ഹാലജൻ ഹെഡ് ലാംപ്സ് ആണ് കിട്ടുന്നത്. ഫോഗ് ലാംപ്സ് വേണമെങ്കിൽ ക്രിയേറ്റീവ് പ്ലസിലേക്ക് പോകണം, അതായത് ഏറ്റവും ടോപ്പിലേക്ക് പോകണം. പിന്നെ നമുക്ക് ഹെഡ് ലാംപ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ബ്ലാക്ക് എലമെൻ്റ് ഒക്കെ വരുന്നുണ്ട്. ബമ്പറിൻ്റെ ഡിസൈനും സെയിം തന്നെയാണ്. സോ അതൊക്കെ നമുക്ക് ഏകദേശം ടോപ്പിൻ്റെ കിട്ടുന്ന പോലെ തന്നെയാണ്. 360 ക്യാമറയുടെ ചെറിയൊരു കട്ടൗട്ട് നമുക്ക് ടിയാഗോ എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ മുകളിൽ കാണാം. അതൊന്നും ഇതിൻ്റെ അകത്തില്ല ഡെഫിനറ്റ്ലി. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓവറോൾ വലിയ വ്യത്യാസം വരുന്നില്ല എങ്കിലും വീൽസ് ഇതിനകത്ത് ബ്ലാക്ക് ആണ് വരുന്നത്, അതും സ്റ്റീൽ റിംസ് ആണ്, വിത്തൗട്ട് വീൽ ക്യാപ്പ് ആണ് വരുന്നത്. 13 ഇഞ്ചാണ് ബേസ് മോഡലിൽ ടയർ സൈസ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ വരുന്ന പോലെ 14 ഇഞ്ച് വീൽസ് ആയിരിക്കും വരുന്നത്. 155, 80, 13s ആണ് ടയർ സൈസസ്. സോ ടയർ അത്യാവശ്യം നല്ല പ്രൊഫൈൽ ഉണ്ട്, പക്ഷേ വിട്ട് വളരെ കുറവാണ്. ആൻഡ് ഇതിനകത്ത് വീൽ ക്യാപ്പ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തൊട്ട് മുകളിലത്തെ വേരിയന്റിലോട്ട് പോയാലേ കിട്ടുള്ളൂ. ഇതിനകത്ത് നമുക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ വരുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം, ഫെൻഡറിലാണ് നമ്മുടെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, ORVMസിലല്ല. അത് വേണമെങ്കിൽ അതിന് തൊട്ട് മുകളിലത്തേക്ക് വേരിയന്റിലേക്ക് പോകണം. പിന്നെ മിറേഴ്സ് നമുക്കെല്ലാം മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ആണ്, ഗ്ലോസി ബ്ലാക്ക് ആണ് ഇതിൻ്റെ മുകളിലത്തെ വേരിയൻസിലൊക്കെ അവർ കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല ഈ മിറേഴ്സ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളും അല്ല, ഫോൾഡബിളും അല്ല. ഇതിന് തൊട്ട് മുകളിലത്തെ വരുന്ന പോലെ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഫോൾഡിംഗ് വേണമെങ്കിൽ അഗൈൻ ക്രിയേറ്റീവിലോട്ട് പോകണം. പിന്നെ ഇതിൻ്റെ ഡോർ ഹാൻഡിൽസും നമുക്ക് മൊത്തത്തിലൊരു ബ്ലാക്ക് മാറ്റ് ഫിനിഷാണ് കിട്ടുന്നത്. ഇതിന് മുകളിലത്തെ വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ബോഡി കളറായിട്ട് കിട്ടും. റൂഫിലൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ആൻറ്റിനും സാധനങ്ങളൊന്നുമില്ല, കാരണം മ്യൂസിക് സിസ്റ്റം ഇല്ല. അത്രേ ഉള്ളൂ. സൈഡ് ഇനി റിയർ എടുക്കുകയാണെങ്കിൽ നമുക്ക് LED ടെയിൽ ലാംപ്സ് ബേസ് മോഡൽ പോലെ കിട്ടുന്നുണ്ട്. ആ ഒരു ബാക്കിലത്തെ റെഡ് എലമെൻറ്റ് കണക്റ്റഡ് സംഭവം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം പ്യുർ പ്ലസ് A എങ്കിലും എടുക്കണം, എന്നാലേ വരുള്ളൂ. ബാക്കി എല്ലാത്തിലും ഇവർ ഈ ഡിസൈൻ പോലത്തെ സംഭവത്തിന് നടുവിൽ കൊടുത്തിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അത് അതിന് വരെ ഗ്ലോസി ബ്ലാക്ക് കൊടുത്തിരുന്ന കുറച്ചുകൂടി പ്രീമിയം ലുക്ക് വന്നതിന്. പക്ഷേ എന്തായാലും ഇങ്ങനത്തെ സംഭവമാണ് ഇതിൽ കിട്ടുന്നത്. നമുക്ക് പ്യുർ പ്ലസ് വേരിയൻ്റ് വേരിയ സാധനം തന്നെയാണ് കിട്ടുന്നത്. ബാക്കി ബമ്പറിൻ്റെ ഡിസൈനിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് റിയർ പാർക്കിംഗ് സെൻസേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ക്യാമറ ആണെങ്കിൽ മിനിമം പ്യുർ പ്ലസ് എങ്കിലും എടുക്കണം, എന്നാലേ വരുള്ളൂ. റിഫ്ലക്റ്റേഴ്സും സാധനങ്ങളും ബാക്കി നമുക്ക് ഡിഫോഗറോ റിയർ വൈപ്പറോ വാഷറോ അങ്ങനത്തെ ഒരു സാധനങ്ങളും ഇതിനകത്ത് അവർ കൊടുത്തിട്ടില്ല. ഇതാണ് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ. ഇനി ബേസ് മോഡൽ ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി ഒരുപാട് കളേഴ്സ് ഒന്നും വരുന്നില്ല. നമുക്ക് 4 കളേഴ്സ് കിട്ടുന്നുണ്ട്. മറ്റേ വൈറ്റും ഗ്രേയും മാത്രമേ ഉള്ളൂ എന്നുള്ള പരിപാടിയൊന്നുമില്ല. വൈറ്റ് ഉണ്ട്, ഗ്രേ ഉണ്ട്, പ്യുവർ ഗ്രേ ഉണ്ട്. അതുപോലെ നമുക്ക് പാങ്സോം പൾസ് എന്ന് പറഞ്ഞൊരു കളർ അവർ കൊടുത്തിട്ടുണ്ട്. ബാക്കി 2 കളേഴ്സ് നമുക്ക് പിന്നെ ടോപ്പ് പെൻസിലോട്ട് പോയാലാണ് അവർ അവൈലബിൾ ആക്കി തുടങ്ങുള്ളൂ. ഇനി നമുക്ക് എക്സ്റ്റീരിയർ കഴിഞ്ഞു, ഇൻറ്റീരിയറിലോട്ട് വരാം. ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്കറിയാം, നമുക്ക് ബേസ് മോഡൽ ആയതുകൊണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നുള്ളത്. വളരെ ബെയർ ബോൺസ് ആയിട്ടുള്ളൊരു വേരിയൻ്റാണ്. സ്റ്റിയറിംഗിലാണെങ്കിലും ലെതർ ആയിട്ടൊന്നും എന്തായാലും അല്ല. പക്ഷേ കൺട്രോൾസ് ആണെങ്കിൽ പോലും നമുക്ക് ലെഫ്റ്റ് സൈഡ് മൊത്തം എം ടി ആണ്. റൈറ്റ് സൈഡിലാണെങ്കിലും നമ്മുടെ ഇൻസ്റ്റോൺ ക്ലസ്റ്ററിൻ്റെ കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ട് ടോഗിൾസ് ആയിട്ട്. അത് മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റോൺ ക്ലസ്റ്റർ ഏതായാലും ടോപ്പ് എൻഡിൽ വരുന്ന അതേ സാധനം തന്നെ അവർ എങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കോസ്റ്റ് കട്ടിങ്ങിൽ പിന്നെ ടോപ്പ് എൻഡിലാണെങ്കിലും ഈ സാധനം വരുന്ന അത്ര ഭയങ്കര പ്രീമിയം സാധനമൊന്നുമല്ല. അവർ ജസ്റ്റ് ഒരു ബേസിക് ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡോർ പാഡ്സ് എടുക്കുകയാണെങ്കിൽ നല്ല കായൽ ഡോർ പാഡാണ്. ഇതിൻ്റെ അത് പവർ വിൻഡോസേ അവൈലബിൾ അല്ല, സെൻട്രൽ ലോക്കിംഗ് അവൈലബിൾ അല്ല, അങ്ങനത്തെ ഒരു സാധനം ഇതിൻ്റെ അകത്തില്ല. പക്ഷേ ഡോറിൽ നമുക്ക് ഈ ഒരു ഫാബ്രിക് വരുന്നുണ്ട്, ഗ്രേ കളർ. അതുപോലെ തന്നെ ഡാഷ്ബോർഡിൽ നമുക്ക് ഈ ഒരു ഗ്രേ കളർ ഫാബ്രിക് വരുന്നുണ്ട്. അത് ഒരു ബേസ് മോഡൽ പോലെ കൊടുക്കുന്നു എന്ന് പറയുന്നത് നല്ലതാണ്. സീറ്റ്സും ഡുവൽ ടോൺ കോമ്പിനേഷൻ വിത്ത് എക്സ്റ്റൻഡ് തൈ സപ്പോർട്ട് ആ ഒരു സാധനമാണ് വരുന്നത്. ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലാണ് നമുക്ക് സീറ്റ്സ് കിട്ടുന്നത്. സോ ഇത് ബേസ് മോഡൽ പോലെ കൊടുക്കുന്ന നല്ല കാര്യം. ഇനി സെൻറ്റർ കൺസോൾ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇൻഫോർടൈൻ സിസ്റ്റം അങ്ങനത്തെ സാധനങ്ങളൊന്നും തന്നെ വരുന്നില്ല. അതിന് വരും അവിടെ ഒരു എംറ്റി സ്പേസ് മാത്രമാണ് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് വെക്കാം. ഇതിനെ തൊട്ട് മുകളിലത്തെ വേരിയൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തും ഇൻഫോർടൈൻ സിസ്റ്റം ആയിട്ട് ആസച്ച് ഒന്നുമില്ല. പക്ഷേ നമ്മുടെ ഈ ക്ലസ്റ്ററിൻ്റെ അകത്ത് തന്നെ ഒരു ഇൻബിൾട്ടായിട്ട് ബ്ലൂടൂത്ത് കൊടുത്തിട്ടുണ്ട്. സോ പാട്ടൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്ത് വെക്കാം, അത്രേ ഉള്ളൂ. നടുവിലത്തെ സിസ്റ്റം വേണമെങ്കിൽ നിങ്ങൾ വേറെ തന്നെ വെക്കേണ്ടി വരും. പിന്നെ ഇതിനകത്ത് നമുക്ക് ഓട്ടോ AC ഒന്നും എന്തായാലും വരുന്നില്ല. അത് വേണമെങ്കിൽ പ്യുർ പ്ലസ് A എടുക്കണം. ഫോൺ സ്റ്റോറേജ് നമുക്ക് ഇതിനകത്ത് 2 വെക്കാനുള്ള വരുന്നുണ്ട്. ഗിയർ നോബൊക്കെ നമുക്ക് സിയറിൽ കിട്ടുന്ന പോലെയാണ്. ഫ്രണ്ട് ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്, 12 വോൾട്ട് അഡാപ്റ്റർ ഉണ്ട്. പിന്നെ ഫ്രണ്ട് ആംറസ്റ്റ് ഒന്നുമില്ല. അതൊക്കെ അഗൈൻ നമുക്ക് പ്യുർ പ്ലസ് Aയിലേ കിട്ടുന്നുള്ളൂ. നമുക്ക് ഡേ നൈറ്റ് IRVMs ഇതിനകത്ത് വരുന്നില്ല, ജസ്റ്റ് നോർമൽ IRVMs ആണ്. ക്യാബിൻ ലാമ്പൊക്കെ വരുന്നുണ്ട്. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ 6 എയർ ബാഗ്സ് വരുന്നുണ്ട്, ABS TBD അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കിപ്പോൾ സാധാരണ എല്ലാ വണ്ടികളിലും ESP ഒക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് അതില്ല. ESP വേണമെങ്കിൽ നമ്മൾ പ്യുവർ പ്ലസ് വേരിയൻറ്റിലോട്ട് പോകേണ്ടി വരും. ESP മാത്രമേ ഹിൽ ഹോൾഡ് ഇതിനകത്ത് ബേസ് മോഡൽ പോലെ കിട്ടുന്നില്ല. സോ അതവർ ചെറുതായിട്ടൊന്ന് കോസ്റ്റ് കട്ട് ചെയ്താണെന്ന് തോന്നുന്നു. അത് മാത്രമേ ഇതിനകത്ത് പ്രശ്നമുള്ളൂ. നമ്മുടെ മിറാസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ മറ്റേ ഈ കോല് പോലത്തെ സാധനം കൊടുത്തിട്ടുണ്ട് പഴയ വണ്ടിയിലുള്ള പോലെ. റിയർ സീറ്റിലാണെങ്കിലും റിയർ AC വെൻസ് ആണെങ്കിൽ പ്യുവർ പ്ലസ് Aയിലേക്ക് പോകണം. റിയർ സെൻറ്റർ ആംറസ്റ്റും പ്യുവർ പ്ലസ് Aയിലേക്ക് തന്നെയാണ് വരുന്നത്. ബാക്കിലും
പവർ വിൻഡോസ് ഒന്നും ഇല്ല, ഫ്രണ്ടിലില്ല, അപ്പോൾ പിന്നെ ബാക്കിൽ എന്തായാലും വരില്ലല്ലോ. പക്ഷേ ഇവിടെയും നമുക്ക് ആ ഡോർ പാഡ്സിൽ അവരൊരു ഫാബ്രിക് ഫിനിഷ് പോലെ കൊടുത്തിട്ടുണ്ട്. സ്പേസ് ഒക്കെ സെയിം ആണ് ടോപ്പ് എൻഡിൽ. ഇതിൻ്റെ അകത്ത് ബൈ ദ വേ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അവൈലബിൾ അല്ല. അത് വേണമെങ്കിലും നമ്മൾ ജസ്റ്റ് അതിന് തൊട്ട് മുകളിലത്തെ വേരിയൻറ്റിലേക്ക് പോയാലേ കിട്ടുള്ളൂ. സോ അത് പറ്റില്ല. പക്ഷേ നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതായത് വളരെ ബേസിക് ആയിട്ട് എന്തൊക്കെയാണോ നമുക്ക് വേണ്ടത് അത് മാത്രമേ ഈ വണ്ടിയിൽ കിട്ടുന്നുള്ളൂ. പക്ഷേ പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുന്ന സമയത്ത് വലിയ കുഴപ്പമില്ല എന്ന് പറയാം. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഇതിനകത്ത് എഞ്ചിൻ ഓപ്ഷൻസ് ആയിട്ടാണെങ്കിലും 1.2 ലിറ്റർ എണ്ണ പെട്രോളാണ് വരുന്നത്, 86 ഹോഴ്സ് പവറും 115 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കും. അതിൻ്റെ കൂടെ CNG വരുന്നുണ്ട്, 73 ഹോഴ്സ് പവറാണ് ജനറേറ്റ് ചെയ്യുന്നത്. നമുക്ക് 5 സ്പീഡ് മാനുവൽ മാത്രമേ ഈ ഒരു ബേസ് മോഡലിനകത്ത് കിട്ടുന്നുള്ളൂ. AMT കിട്ടുന്നില്ല. AMT വേണമെങ്കിലൊക്കെ നിങ്ങൾ ഇതിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന പ്യൂർ എന്ന് പറഞ്ഞ വേരിയൻറ്റിലേക്ക് നോക്കേണ്ടി വരും. അവിടെ മൂലം നമുക്ക് AMTയുടെ ഓപ്ഷൻ അവൈലബിൾ ആണ്. അത് പെട്രോൾ മാത്രമല്ല, CNGയിലും ടാറ്റ AMTയുടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ വേരിയൻ്റ് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും പുറത്തുനിന്ന് പണിയെടുക്കേണ്ടി വരും. അല്ലാതെ നമുക്ക് പണിയെടുക്കാതിരിക്കാനുള്ള ഓപ്ഷൻ ഒന്നും ഇതിൻ്റെ അകത്ത് ടാറ്റ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഒരുപാട് സാധനങ്ങൾ, അതായത് ഇൻഫർടൈം സിസ്റ്റം എന്തായാലും ചെയ്യേണ്ടി വരും, പവർ വിൻഡോ ചെയ്യേണ്ടി വരും, സെൻട്രൽ ലോക്കിംഗ് ചെയ്യേണ്ടി വരും. ഇത്രയും ബേസിക് ആയിട്ട് ചെയ്താൽ നമുക്ക് ഡെയിലി യൂസബിലിറ്റിയുടെ കേസിൽ ഈ വണ്ടി കൊണ്ടു കിടക്കാൻ പറ്റുള്ളൂ. പക്ഷേ 80,000 രൂപയാണ് ഇതിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന വേരിയൻ്റെ പ്രൈസ് നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരുന്നത്. ആ 80,000 രൂപയ്ക്ക് നമുക്ക് അതിൻ്റെ അകത്ത് എക്സ്ട്രാ ആയിട്ട് ആകപ്പാട് ബ്ലൂടൂത്ത്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്കിംഗ്, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെ കിട്ടുന്നുള്ളൂ. ഇൻഫർടൈം സിസ്റ്റം വേണമെങ്കിൽ നിങ്ങളത് ഇനിയും വേറെ വെക്കേണ്ടി വരും. പിന്നെ 14 ഇഞ്ച് വീല് കിട്ടും, ഇതിനകത്ത് 13 ഇഞ്ചാണ്. അതൊക്കെ നിങ്ങൾ ബാധിക്കുമെങ്കിൽ ഒരു പ്രശ്നമാണ്. സ്റ്റെബിലിറ്റി അതുപോലെ ടയറിൻ്റെ വിട്ട് കുറവായതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ എന്തായാലും വരും. പക്ഷേ അതല്ലാതെ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് കൊണ്ട് നടക്കുക എന്നുള്ള രീതിയിൽ നോക്കുമ്പം നമുക്കൊരു 10-30,000 രൂപയ്ക്ക് ബേസ് മോഡൽ പണിയെടുത്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇത് ഡെയിലി യൂസബിൾ ആക്കി മാറ്റാൻ പറ്റും. അതാണ് സംഭവം. സോ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു യൂസ് കേസ് വരുന്നതനുസരിച്ച് മാത്രം ചെയ്യുക. ഇനി പ്യൂർ എടുക്കുകയാണെങ്കിൽ ഇൻഫർടൈം സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് എക്സ്ട്രാ പിന്നെ ഒരു 15-20 രൂപ ഓർ 15 രൂപ എടുത്തെങ്കിലും അതിൻ്റെ അകത്ത് ഇട്ടാൽ തന്നെ പിന്നെ പ്രൈസ് കൂടി. അപ്പോൾ നമ്മൾ ഇതിനകത്ത് 30 ഓർ 35 ഇൻവെസ്റ്റ് ചെയ്താൽ പോലും പിന്നെ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് വീണ്ടും കൂടുകയാണ്. അപ്പോൾ ആ ഒരു പ്രൈസ് ക്യാപ്പ് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ പ്യൂർ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഒരു 50,000 രൂപയും കൂടെ എക്സ്ട്രാ ഇട്ടിട്ട് പ്യൂർ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റ് എടുക്കുന്നതാണ് നല്ലത്. കാരണം അതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇൻബിൾട്ട് ആയിട്ട് ഇൻഫർടൈം സിസ്റ്റം വരും, അതുപോലെ ക്രൂസ് കൺട്രോൾ വരും, പിന്നെ കുറച്ചധികം എക്സ്ട്രാ ഫീച്ചേഴ്സ് നമുക്ക് പ്യൂറിലേക്ക് വരുമ്പോഴേക്ക് ആഡ് ആയിട്ടുണ്ടാവും. നമ്മൾ അതിൻ്റെയൊക്കെ ഓരോ ഇൻഡിവിജ്വൽ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പ്യൂർ പ്ലസ് വേരിയൻ്റ് ആയിക്കോട്ടെ, പ്യൂർ പ്ലസ് എ വേരിയൻ്റ് ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെ അതായത് ഒരു വീഡിയോയിൽ തന്നെ ഈ 2 വേരിയൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സ്മാർട്ടും അതുപോലെ പ്യൂറും കവർ ചെയ്തല്ലോ. രണ്ടിലും വരുന്ന ഫീച്ചേഴ്സിൻ്റെ ഡിഫറൻസ് നിങ്ങൾ ഏതെടുക്കുന്നതായിരിക്കും നല്ലത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏത് വേരിയൻ്റ് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇനിയിപ്പോൾ ഏതായാലും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് അതായത് ബേസ് മോഡൽ കമ്പയർ ചെയ്യുമ്പോൾ പഴയ വണ്ടി വെച്ച് ആകപ്പാട് 10,000 രൂപ മാത്രമേ അവർ കൂട്ടിയിട്ടുള്ളൂ. ആ കൂട്ടിയ പ്രൈസ് ഡിഫറൻസിൽ നമുക്ക് ഈ പുതിയ ലുക്ക് എന്തായാലും ഈ വണ്ടിയിൽ കിട്ടുന്നുണ്ട്. വേറെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും ഇല്ലെങ്കിലും ആ ഒരു ലുക്ക് നമുക്ക് കിട്ടുന്നതുകൊണ്ട് അറ്റ്ലീസ്റ്റ് പുതിയ വണ്ടി നമുക്കായി. അതുപോലെ തന്നെ പിന്നെ കുറച്ച് ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വയറിങ്ങിൻ്റെ കേസൊക്കെ വരിക, നിങ്ങൾ വാറൻറ്റി കട്ടാവാതെ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. പക്ഷേ അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇൻഫർടൈം സിസ്റ്റം ഇതിന് തൊട്ട് മുകളിലത്തെ വേരിയൻറ്റിലേക്ക് പോയാലും വെക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അവിടെ നിങ്ങൾ ഈ സംഭവമൊക്കെ തന്നെ നോക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾക്ക് ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇൻഫർടൈം സിസ്റ്റം ഇല്ലാണ്ട് പറ്റില്ല. അല്ലേ പിന്നെ മറ്റേ പഴയ വണ്ടികളൊക്കെ വരുന്നാലും മിററുള്ള സാധനം വെക്കേണ്ടി വരും. അതിൽ നല്ലത് ഇൻഫർടൈം സിസ്റ്റം വെക്കുന്നതാണ്. ഇനി എന്താണ് നിങ്ങൾക്ക് ഈ വേരിയൻസിനെ പറ്റി തോന്നുന്നത് താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ടാഗ് ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്യാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ആൻഡ് ഗുഡ് ബൈ.